ഹളിമാരെ ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടു. ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വീഡിയോ കണ്ടു. മഞ്ഞത്ത് പോയിട്ട് മഞ്ഞയ്ക്ക് വാരി അറിഞ്ഞ് കൂട്ടുകാരൊക്കെ നിങ്ങളിങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് സന്തോഷം വിളിക്കുന്ന ഒരു കൊച്ചു സുന്ദരിയെ. വേറെ ആരുമില്ല, നമ്മുടെ നബീസുമ്മയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരുപാട് തരത്തിലുള്ള റിയാക്ഷൻസ് വന്നു. കുറേ പണ്ഡിതന്മാർ അതിനെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞു 30-ാം വയസ്സിൽ അവരുടെ ഭർത്താവ് മരിച്ചതാണ്. 3 കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ അമ്മമാരുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുക. അവരൊക്കെ ഇത് വിസ്റ്റാൻഡ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല 100% ഷുവറായിട്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ഇതായിരിക്കും. എല്ലാം കഴിഞ്ഞു, ഞാൻ അനാഥ, എനിക്കിനി ആരുമില്ല എന്ന അവസ്ഥ. കാരണം ആ സമയത്തുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കാനോ അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണോ എന്ന് അവരുടെ പാരന്റ്സ് വിചാരിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം നബീസുമാരുടെ ആ സമയത്ത് അവസ്ഥ. എന്നിട്ടും വേറൊരു കല്യാണം, ആ സമയത്ത് കല്യാണം കഴിക്കാൻ വലിയ രണ്ടാമത്തെ കല്യാണത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതിലൊക്കെ നിന്ന് വിസ്റ്റാൻഡ് ചെയ്ത് 3 കുട്ടികളുണ്ട്. അവരെ എല്ലാം പഠിപ്പിച്ച് ഒരു കരയ്ക്ക് എത്തിച്ചതിന് ശേഷമാണ് ആ സ്ത്രീ അവരുടെ 55-ാം വയസ്സിൽ ഇത്തരത്തിലൊരു ട്രിപ്പ് പോകുന്നത്. അതും അവിടെ ചെന്ന് അവർ സന്തോഷിക്കുന്നത്. അവരുടെ സന്തോഷങ്ങളാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും വർഷം അനുഭവിച്ചൊരു വിഷമവും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് നിങ്ങളെല്ലാം വന്ന് സന്തോഷിക്കണമെന്ന് കൂടെയുള്ള സ്ത്രീകളെ വിളിച്ച് പറയുകയാണ് അവർ. അതിലെന്താണ് തെറ്റായിട്ട് നിങ്ങൾ കണ്ടത്? ഞാൻ ഉറപ്പായിട്ടും പറയണം, ഞാൻ മുസ്ലിമാണ്. പക്ഷേ എൻ്റെ മതത്തിനെ പറ്റി എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കുറേ പേര് ഇതിനെ ഇസ്ലാം മതവുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മതത്തിന് അങ്ങനെ റെസ്ട്രിക്ഷനും കാര്യങ്ങളും അങ്ങനെ ഭയങ്കരമായിട്ട് പറയത്തക്ക റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു മതത്തിനെ വിശ്വസിക്കുന്നത് അതിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മളിപ്പോൾ ബയോളജി സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. പല വിഷയങ്ങൾ പഠിക്കുന്ന പലവരുണ്ട്. അതുപോലെ തന്നെയാണ് മതങ്ങളും എന്ന് പറയുന്നത്. ചിലവർക്ക് ചില മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അല്ലാതെ അതിൽ ഇങ്ങനെയാണ് സ്ത്രീകൾ. നിങ്ങൾ ജനറലൈസ് ചെയ്തൊരു മതത്തെ പറ്റി കുറ്റം പറയരുത്. അത് ചില പണ്ഡിതന്മാർക്കുള്ള വിഷയമാണ്. ആ മതത്തിലുള്ള നിങ്ങളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വലാത്ത് ദിക്ർ ചൊല്ലി ഇരുന്ന് കൂടെ വീട്ടിൽ അവര് അത് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. അവരുടെ ഭർത്താവിൻ്റെ അടുത്തുള്ള മരിച്ചു കഴിഞ്ഞിട്ടും തീരാത്ത ഭർത്താവിൻ്റെ അടുത്തുള്ള സ്നേഹമാണ് ആ മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയത്. എന്നിട്ട് അവരെ ഒരു കര എത്തിച്ചിട്ട്, എനിക്ക് തോന്നുന്നു അവർക്ക് കൊടുത്തൊരു വാക്കായിരിക്കണം ചിലപ്പോൾ, അവരെ പഠിച്ചൊരു കര എത്തിച്ചിട്ട് അവർ ലോകം കാണാൻ പോയി. ഉറപ്പായിട്ടും ആ ഭർത്താവിന്റെ അനുഗ്രഹം പോലും അവരുടെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് മതത്തിനെയല്ല പറയുന്നത്, ചില മനുഷ്യരുടെ ചിന്താഗതിയെ വേണം നിങ്ങൾ അതിൽ കാണാൻ വേണ്ടി. നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ മാറ്റും. ഇവർ കഷ്ടപ്പെട്ടിരുന്നപ്പോൾ നിങ്ങളിപ്പോൾ സന്തോഷിപ്പോൾ നിങ്ങൾ പറയുന്നു എന്തിന് ഇവർ കുളു മണാലിലേക്ക് പോയി നിങ്ങൾ പറയുന്നു. അപ്പോൾ ഇവർ വീട്ടുജോലി ചെയ്യാൻ പോയപ്പോൾ കൂലിപ്പണിക്ക് പോയി അവരെ മക്കളെ വളർത്തിയപ്പോഴും നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ടില്ല, കഷ്ടപ്പാട് നിങ്ങൾ കണ്ടില്ല, സന്തോഷിച്ചു. അതാണ് ചിലവർക്ക്, നമ്മൾ പറയില്ലേ, ചിലവർക്ക് സന്തോഷിക്കുന്നത് കാണാനാണ് പറ്റാത്തത്. അപ്പോഴാണ് അവർക്ക് ഈ വല്ലാത്തൊരു തരം ഇവർക്ക് അത് പറ്റത്തില്ല, അവർ സന്തോഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊരു അവസ്ഥ വരുന്നത്. കഷ്ടപ്പെടുമ്പോൾ ഇരിക്കട്ടെ, കഷ്ടപ്പെടും, ദൂരെ നോക്കിക്കൊണ്ട് നിൽക്കും. കഷ്ടപ്പെടുമ്പോൾ ചെല്ലും, സന്തോഷിക്കുമ്പോഴല്ല. നബീസുമ്മ, നിങ്ങൾ ഇനിയും കറങ്ങാൻ പോകും, ലോകം ഫുള്ള് നിങ്ങൾ കറങ്ങാൻ പോകണം. ആ വീഡിയോ എല്ലാം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അതിൽ ഞാനൊരു വ്യൂവർ ആയിരിക്കും. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എൻ്റയർ ലൈഫ് ജേർണി. കീപ് ഇറ്റ് അപ്പ്.